Hello everyone, welcome to my YouTube channel Commerce Made Easy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് UGC നെറ്റ് കൊമേഴ്സ് പേപ്പറിൻ്റെ സിലബസ് ആണ്. അത് നമ്മൾ നോക്കുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിറ്റ് 7 ആയിട്ട് വരുന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സിലബസ് ആണ്. അതിൻ്റെ ഒരു ഓവറോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് കിടക്കുന്ന ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നത് മെയിനായിട്ടും വരുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ പറ്റി അതിനകത്ത് മെയിനായിട്ടും വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്, അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, അവരുടെ ഫങ്ഷൻസ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിപ്പോസിറ്റ്സിലാണ്, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ കേസസിൽ അവരെന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്സിൽ നിന്നും അതിന് വരുന്ന ഷെയർ ഹോൾഡിങ്സിൻ്റെ പ്രൊപ്പോർഷനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ചോദിച്ച് കാണാറുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്, അവരുടെ റോൾ എന്തൊക്കെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വരുന്നത്, എന്നാണ് അത് നാഷണലൈസ് ചെയ്യുന്നത്, അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ റോളുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ എക്കോണമിയിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും റോള് വഹിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്കും റോള് വഹിക്കുന്നുണ്ട്. അതിനകത്തെ RBIയുടെ റോളാണ് മോണിറ്ററി പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ആണെങ്കിൽ അത് ഫിസ്ക്കൽ പോളിസിയാണ്. അങ്ങനെ ഒരുപാട് പോളിസീസ് നമ്മുടെ എക്കോണമിയുടെ കണ്ടീഷൻ അനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നേരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് പോളിസീസ്, മോണിറ്ററി പോളിസീസ് റിസർവ് ബാങ്ക് കൊണ്ടുവരാറുണ്ട്, ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണെന്ന്, അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സും ഉണ്ട്. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പോലുള്ള, റിപ്പോ റേറ്റുകൾ പോലുള്ള ഒരുപാട് പോളിസീസ്, മോണിറ്ററി പോളിസീസ് ഉണ്ട്. ആ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ബാങ്കിങ് സെക്ടർ റീഫോംസ് എന്ന് പറയുന്നത്. അതിനകത്ത് ബേസൽ നോംസ്, ബേസൽ 1, ബേസൽ 2, ബേസൽ 3 ഇത്രയും വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബേസൽ നോംസിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, നരസിംഹം കമ്മിറ്റിയുടെയൊക്കെ റീഫോംസും, അങ്ങനെ കുറേ കമ്മിറ്റീസിനെയൊക്കെ പറ്റി പഠിക്കാനുള്ളതും, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയയാണിത്. പിന്നീട് തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ് എന്നൊക്കെ പറയുന്നുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ മണി മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അവിടെ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അവിടുത്തെ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആര്, ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മണി മാർക്കറ്റിൽ കോൾ മണി എന്നും, അതേപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഈ നമ്മുടെ നബാർഡ് പോലെ, IDBI പോലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് വന്ന വർഷങ്ങളൊക്കെ ആയിരുന്നു ആദ്യം മറ്റേ മാച്ച് ദ ഫോളോയിങ് പോലൊക്കെ ചോദിച്ചിരുന്നത്. പിന്നീട് അത് അവരുടെ ഫങ്ഷൻസിനകത്തോട്ട് അവരുടെ റോളൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ വരുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ, RBIയും IRDAയും അല്ലാതുള്ള ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്
നമ്മുടെ സിലബസിൽ വരുന്ന ഒരു പോർഷനാണ്. പിന്നെ ഡിജിറ്റൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ്, ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്ന അവരുടെ അഡ്വാൻറ്റേജ് പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് വരുന്നത് നെഫ്റ്റ്, RTGS, സ്വിഫ്റ്റ്, അങ്ങനെയുള്ള UPI, അങ്ങനെയുള്ള ഏരിയയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റംസ്. അതൊക്കെ ചോദിച്ച് എല്ലാ വർഷവും എല്ലാ ഇയറിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ വരുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ. നമുക്കറിയാം ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ആ ഏരിയയിൽ നിന്നും. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവരുടെ റോൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്ത് കുറേ ആക്റ്റുകളുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ആക്ട് വന്നത് എന്നാ, ജനറൽ ഇൻഷുറൻസ് ആക്ട് വന്നത് എന്നാ, അങ്ങനെയുള്ള കുറേ ആക്റ്റുകളുണ്ട്. ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന ആക്ട് ഏതാണ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്ന രണ്ട് ടേമുകളാണ് ഡബിൾ ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ്. അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ തന്നെ കണ്ടിട്ടുള്ള ചില ടേമുകളുണ്ട്, അതൊക്കെയും എടുത്ത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ RRBസിനെ പറ്റി നല്ലതായിട്ട് ചോദിച്ചിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മോണിറ്ററി പോളിസീസ്, ആ ഏരിയയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസൽ നോംസിനെ പറ്റിയിട്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, നോൺ പെർഫോമിങ് അസറ്റ്സ്, പിന്നെ കമ്മിറ്റീസ്, ആ കമ്മിറ്റീസൊക്കെ എന്തിനു വേണ്ടിയിട്ട് വന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റി, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ട്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫങ്ഷൻസ് ഒക്കെ എടുത്ത് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ IRDA കണ്ടിട്ടുണ്ട്. ഡിജിറ്റൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഒരുപാട് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ആ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പുതിയ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക.